പൊളിറ്റിക്കൽ സയൻസിലെ 9ാമത്തെ പാർട്ട് ബിയിലെ പാർട്ട് സെക്കൻഡിലെ 9ാമത്തെ അല്ലെങ്കിൽ 18ാമത്തെ പാഠമാണ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഈ ടേം ഗ്ലോബലൈസേഷൻ എന്നുള്ള ടേം നമ്മൾ കുറേ തവണ പഠിച്ചതാണ്. ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന ഒരു ടേമാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ്. ഒരു ഗ്ലോബലൈസേഷൻ ഈസ് ദ ഫ്ലോ ഓഫ് ഐഡിയാസ്, ക്യാപിറ്റൽ, കമ്മോഡിറ്റീസ് ആൻഡ് പീപ്പിൾ ഫ്രം വൺ പാർട്ട് ഫ്രം ദി അതർ പാർട്ട്. ഒരു ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ഒരു ഒഴുക്കാണ്. എന്തൊക്കെ ഐഡിയാസ്, പലതരം ആശയങ്ങൾ, മൂലധനം, ചരക്കുകൾ, അതുപോലെ തന്നെ ജനങ്ങൾ, ഇവയുടെ ഒഴുക്കിനെ നമ്മൾ പൊതുവെ പറയുന്ന പേരെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കാണ്. ആശയങ്ങളുടെയും മൂലധനത്തിൻ്റെയും ചരക്കുകളുടെയും ജനങ്ങളുടെയും ഒഴുക്കാണ് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് എന്നുള്ളതാണ്. ഇത് നമ്മുടെ പുരാതന കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങൾ കച്ചവടത്തിനായിട്ട് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കാറുണ്ട്, മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാറുണ്ട്. റോമക്കാർ ഇന്ത്യയിലേക്ക് വന്നതും അറബുകൾ ഇന്ത്യയിലേക്ക് വന്നതും മോഡേൺ ടൈമിൽ യൂറോപ്യൻസിൻ്റെ ആഗമനം, അതുപോലെ തന്നെ അമേരിക്കയിലും ആഫ്രിക്കയിലൊക്കെ കച്ചവടത്തിന് വേണ്ടിയിട്ട് പിന്നീട് കോളനിവൽക്കരണത്തിലേക്ക് നയിച്ചതും ഇത്തരത്തിലുള്ള ഒഴുക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്ത് മോഡേൺ ടൈംസിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, നമ്മൾ ഇന്നത്തെ ടെക്നോളജി, ഫ്ലൈറ്റിൻ്റെ ഒരു ടെക്നോളജി, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടുതൽ ചീപ്പായി, അതുപോലെ തന്നെ അത് ഏറ്റവും ആക്സസിബിളായി, എല്ലാ ആൾക്കാർക്കും അത് ഉപയോഗിക്കാനുള്ള അവസരം വന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മൂവിങ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകളും അതുപോലെ തന്നെ ചരക്കുകളുമുള്ള ഈ ഇത്തരത്തിലുള്ള ഒഴുക്ക് അത് ഒന്നും കൂടി സ്പീഡായി അല്ലെങ്കിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡായി എന്നുള്ളതാണ് നമുക്ക് ഗ്ലോബലൈസേഷൻ, ഇന്നത്തെ കാലത്തുള്ള ഗ്ലോബലൈസേഷനിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് ഒരു രാജ്യത്തിനും പോലും ഒറ്റയ്ക്ക് ഇന്ന് ജീവിക്കുന്നതിൽ അല്ലെ ഒരു രാജ്യം ഒറ്റപ്പെട്ട് നിൽക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ലോകം എന്നുള്ളത് അത്ര ചുരുങ്ങി നമ്മൾ സ്ഥിരമായിട്ട് പറയാനുണ്ട്. ഒരാൾ അമേരിക്കയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലണ്ടനിൽ വന്ന് ലഞ്ച് കഴിച്ച് ഡിന്നറിന് ഇന്ത്യയിലെത്തുന്ന ഒരു സംഭവം, അത്രക്കും ഒരു ലോകത്തിൻ്റെ ചുരുക്കം അത് വളരെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഗ്ലോബലൈസേഷനോട് കൂടി. ഒരു രാജ്യത്തിനും ഇന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. മറ്റൊരു രാജ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പരസ്പരം ഒരു സഹകരണത്തോടു കൂടി മാത്രമാണ് ഇന്നത്തെ കാലത്ത് പോകാൻ പറ്റില്ല എന്നുള്ളത്. ഗ്ലോബലൈസേഷൻ അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ട്. അതായത് ഗ്ലോബലൈസേഷൻ നമ്മൾ അതിൻ്റെ പ്ലസ് പോയിൻ്റ് പറയുന്ന സമയത്ത് അത് നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെയുണ്ട്. ആദ്യമായിട്ട് പൊളിറ്റിക്കൽ കോൺസിക്വൻസ് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റോളാണ്. ഗവൺമെൻറ്റിൻ്റെ റോള് ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. റോൾ ഓഫ് ദി ഗവൺമെൻറ് മെയിൻറ്റെയിൻ ദ ലോ ആൻഡ് ഓർഡർ ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. അത് നിയമങ്ങൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ റോള് കുറഞ്ഞു വരികയാണ്. ആദ്യകാലത്ത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഗവൺമെൻറ് എത്തിച്ചു കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റോള് ഒരു പ്രൊവൈഡർ എന്നുള്ളതിന് പകരം ഒരു പ്രൊട്ടക്റ്റർ എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് പൊളിറ്റിക്കൽ കോൺസിക്വൻസിൽ നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ പ്രൊട്ടക്റ്റർ എന്നുള്ള റോള് ഇമ്പോർട്ടൻ്റ് ആണ്. എസെൻഷ്യൽ ഫങ്ഷൻ ആർ ഡൺ ബൈ ദ സ്റ്റേറ്റ്. എന്നാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. പൗരൻ്റെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ഒരു ഇൻ്റർഫിയറൻസ്, നമ്മുടെ വിപണിയിൽ ഇൻ്റർഫിയറൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു റൈവറി
ഒരു പോരാട്ടം തന്നെ സ്റ്റേറ്റും മറ്റുള്ള പുറത്തു നിന്നുള്ള ആൾക്കാരും തമ്മിൽ നടക്കുന്നുണ്ടെന്നുള്ളതൊരു വേറൊരു വസ്തുതയാണ്. ഇന്നത്തെ ടെക്നോളജി, മോഡേൺ ടെക്നോളജി പൗരന്മാരുടെ വിവരങ്ങളെ, ഇപ്പോൾ നമുക്കറിയാം ഒരു മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വിവരങ്ങൾ ചോരുന്നത്, അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള അധികാരം ഗവൺമെൻറ്റിനാണെന്നുള്ളത്. സ്റ്റേറ്റ് ബിക്കം മോർ പവർഫുൾ ആൾസോ. ഈ സമയം ഇതൊക്കെ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ സ്റ്റേറ്റിൻ്റെ റോള് കുറഞ്ഞെങ്കിലും പക്ഷേ അധികാരങ്ങളിൽ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണ്. എക്കണോമിക് കോൺസിക്വൻസ് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമ്മുടെ IMF, വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ WTO play the important role in determining economic policies across the world. നമുക്കറിയാം 1990 നമുക്ക് സംഭവിച്ച ആ സ്റ്റാഗ്നേഷൻ, എക്കണോമിക്സ് ലോഡൗൺ സംഭവിക്കുക, സാമ്പത്തികപരമായിട്ട് നമ്മൾ വളരെ കഷ്ടത അനുഭവിച്ച സമയത്ത് നമ്മൾ വേൾഡ് ബാങ്കിനെയും IMFനെയും സമീപിക്കുകയും അവർ നമ്മളോട് നമ്മുടെ പോളിസീസും നമ്മുടെ ലോസും നമ്മുടെ ലൈസൻസിങ് രാജിലൊക്കെ അയവ് വരുത്താൻ പറയുകയും അത് നമ്മൾ മാറ്റാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമായിരുന്നു 1900. അപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഒരു റോള് വർദ്ധിച്ചിട്ടുണ്ട്. വേൾഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അവർ പറയുന്ന നോംസൊക്കെ നമ്മൾ അംഗീകരിക്കുക, നമ്മൾ മാത്രമല്ല ഓരോ രാജ്യങ്ങളും അംഗീകരിക്കേണ്ടതായിരിക്കുന്നു. അവിടുത്തെ ട്രേഡ് ലോസ് മാറ്റേണ്ടി വരും, അവിടുത്തെ എക്സ്പോർട്ട് ലോ മാറ്റേണ്ടി വരും, ഇമ്പോർട്ട് ലോ മാറ്റേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് ചെയ്യാൻ, ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യാൻ വേൾഡ് ബാങ്കും IMFും WTO ഒക്കെ മുന്നോട്ട് വരിക, അത്തരത്തിലുള്ള സംഘടനയൊക്കെ രൂപപ്പെടുക എന്നുള്ളത് ഗ്ലോബലൈസേഷൻ്റെ ഒരു എക്കണോമിക് കോൺസിക്വൻസ് ആയിട്ട് പറയുന്നതാണ്. ഇനി അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ അത് ഒഴിവാക്കപ്പെട്ടു. ഇന്ത്യ അടക്കമുള്ള ആദ്യകാലത്ത് നമ്മളൊരു മിക്സ്ഡ് എക്കോണമിയാണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ക്ലോസ്ഡ് എക്കണോമിക്ക് സമാനമായിട്ടുള്ളതാണ്. ഇമ്പോർട്ട് ലോസ്, അതുപോലെ ഇമ്പോർട്ട് ലോയും എക്സ്പോർട്ട് ലോസൊക്കെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. ഇമ്പോർട്ട് ലോ ടാക്സും താരിഫൊക്കെ കൂടുതലായിരുന്നു. മറ്റുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ എത്തുന്നത് തടയുന്നതും, അതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള സ്വന്തം ആൾക്കാരുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലോസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിവരസാങ്കേതിക വിദ്യയുടെ ഒരു സ്പ്രെഡ്, അതാണ് ഗ്ലോബലൈസേഷൻ പ്രോസസ്സ് എളുപ്പമാക്കിയത്. ഡെവലപ്ഡ് കൺട്രീസ് പുട്ട് റെസ്ട്രിക്ഷൻ ഓഫ് വിസ പോളിസി, പ്രൊട്ടക്ട് ജോബ് സെക്യൂരിറ്റി അതർ സിറ്റീസൺ. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റുകയും മറ്റുള്ള രാജ്യക്കാർക്ക് അത്തരത്തിലുള്ള അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ വിസ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്ന സ്വന്തം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഏർപ്പെടുത്തുക, അതൊക്കെ മാറ്റപ്പെടാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ some economists described globalization as the recolonization of the world. 18-19 നൂറ്റാണ്ടുകളിൽ 20 നൂറ്റാണ്ടുകളിൽ ലോകത്ത് നിലനിന്നിരുന്ന കോളനിവൽക്കരണത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഗ്ലോബലൈസേഷൻ എന്ന് ചില എക്കണോമിക്സുകൾ അതിനെ അഭിപ്രായപ്പെടുന്നുണ്ട്. They opined that globalization is harmful to weak nation and poor people. അതൊരു തരത്തിൽ ശരിയാണ്. അതായത് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ഒരു തരത്തിൽ പുവർ നേഷൻസിനെ, സാമ്പത്തികപരമായിട്ടും അൺഡെവലപ്ഡ് ആയിട്ടുള്ള നേഷനെ അവരെ വീണ്ടും വീക്കായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്, പുവറാക്കിയിട്ട് അവരെ വീണ്ടും അവശരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതിൻ്റെ ഒരു വശം. ഇനി ഗ്ലോബലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെയും നമ്മുടെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ സാമ്പത്തിക ഉന്നതിയിലേക്കും നയിച്ചിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്. കൾച്ചറൽ കോൺസിക്വൻസ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഗ്ലോബലൈസേഷൻ ലീഡ് യൂണിഫോം കൾച്ചർ ഓർ കൾച്ചറൽ ഹോമോജിനിയസ്. നമ്മുടെ സംസ്കാരം എന്നുള്ളത് ഭാരതീയ സംസ്കാരം, അത് ഇപ്പോൾ മായം ചേർക്കപ്പെട്ടിട്ടുണ്ട്.
വിദേശത്തു നിന്ന് നമ്മുടെ യാത്രകളും നമ്മൾ കാണുന്ന ഓരോ വിഷ്വൽസും മറ്റും അതൊക്കെ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾക്കൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ കൾച്ചറിൽ KFC നിന്ന് ഇത്തരത്തിലുള്ളത്, നമ്മുടെ ഡ്രസ്സിലുള്ള മാറ്റങ്ങൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിലുള്ള മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെ നമ്മുടെ കൾച്ചറിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള മാറ്റങ്ങളാണെന്നുള്ളത്. ഗ്ലോബലൈസേഷൻ അഫക്റ്റ് ആസ് ഇൻ അവർ ഹോം, നമ്മുടെ വീട്ടിൽ തന്നെ അതിൻ്റെ ഇത് കാണാൻ പറ്റും നമുക്ക്. വാട്ട് വി ഈറ്റ്, ഡ്രിങ്ക്, വിയർ ആൻഡ് തിങ്ക്. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, കുടിക്കുന്നതിലും അതുപോലെ തന്നെ തിന്നുന്നതിലൊക്കെ നമ്മുടെ ഒരു ഗ്ലോബലൈസേഷൻ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ട് തന്നെ വേൾഡിൽ മൊത്തത്തിലൊരു യൂണിഫോം കൾച്ചറിന് ഹോമോജിനിയസ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കൾച്ചറൽ ബാരേജ്, ഒരു കൾച്ചറൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഒരു കൾച്ചറൽ റിച്ച് കൾച്ചർ ഓരോ നേഷൻസിൻ്റെയും അവരുടേതായിട്ടുള്ള സംസ്കാരത്തിലൊക്കെ അപ്പോൾ അതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത്. സംടൈംസ് ഗ്ലോബലൈസേഷൻ മോഡിഫൈ ദ കൾച്ചർ വിത്തൗട്ട് ഓവർവെൽമിങ് ട്രഡീഷൻസിനെ ഓവർകം ചെയ്ത് അതിൻ്റെ ഉപരിയായിട്ട് ഗ്ലോബലൈസേഷൻ ആ കൾച്ചറിനെ മോഡിഫൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. Globalization offers new jobs opportunity to people and more choice to a consumer. It also revolutionized the thought. നമ്മൾ പറയാം, ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചോയ്സസ് തന്നിട്ടുണ്ട്. ഒരു കാറിന് പകരം നമ്മുടെ ഇന്ത്യയിൽ ആദ്യകാലത്ത് ഒരു അംബാസഡർ കാർ കാണാം, അതിന് പകരം പല വിദേശ കമ്പനികളുടെ കാർ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് കൂടുതൽ ചോയ്സസ് കൂടുതലാണ് കൺസ്യൂമറിന്. പക്ഷേ ഇതിന് വിപ്ലവകരമായിട്ടുള്ള വേറൊരു വശം കൂടിയുണ്ട്. അതായത് ഗ്ലോബലൈസേഷൻ നോട്ട് ഫ്രീ ഫ്രം ക്രിറ്റിസിസം. ഇത് ഒരിക്കലും വിമർശനത്തിൽ നിന്ന് അതീതമല്ല. ക്രിറ്റിക്സ് ആർഗ്യൂഡ് ദാറ്റ് ഗ്ലോബലൈസേഷൻ മേക്ക് റിച്ചർ ആൻഡ് പുവർ. ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് ഗ്ലോബലൈസേഷൻ പണക്കാരെ കൂടുതൽ പണക്കാരാക്കുകയും പാവപ്പെട്ടവരെ ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. വെസ്റ്റേൺ ഡോമിനേഷൻ ഇൻ ട്രേഡ് ആൻഡ് ഓൾ അതർ ആസ്പെക്ട് ലൈഫ് ഇൻക്രീസിങ്. ഇപ്പോഴും പടിഞ്ഞാറും അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ വെസ്റ്റേൺ അവരുടെ ഒരു ഡോമിനേഷനാണ്. കൾച്ചറിലാണെങ്കിലും എക്കണോമിക്കലാണെങ്കിലും പൊളിറ്റിക്കലാണെങ്കിലും അവരുടെ ഒരു ഡോമിനേഷൻ വേൾഡിൽ ഇപ്പോഴും ഒരു കോളനിവൽക്കരണം കഴിഞ്ഞു എന്ന് 1950 ശേഷം കോളനിവൽക്കരണം അവസാനിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഒരു ഗ്ലോബലൈസേഷനിലൂടെ ഒരു വെസ്റ്റേൺ ഡോമിനേഷൻ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. മേജർ ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ വീക്കൻ ദ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ റോൾ ഓഫ് ദി സ്റ്റേറ്റ് കുറയുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, റീറ്റെയിൽ ബിസിനസ് സെക്ടർ ആൻഡ് പുവർ ഫാമേഴ്സ് ആർ ആൾസോ വിക്ടിം ഓഫ് ഗ്ലോബ്. നമ്മുടെ ചെറുകിട കച്ചവടക്കാർ, ചെറുകിട ബിസിനസ് ആൾക്കാർ, ഫാമേഴ്സ്, അതുപോലെ ഇവരൊക്കെ ചെറുകുടിയിൽ വ്യവസായം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ഇതിൻ്റെ ഒരു അഫക്റ്റ് അവരൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന്. ട്രഡീഷണൽ കൾച്ചർ ഈസ് ഹാംഡ്. നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ കൾച്ചർ അതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷന് എതിരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങളെ മുന്നോട്ട് വന്നു, അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒരു മിക്സ്ഡ് എക്കോണമി ആയിട്ട് നിന്നെങ്കിലും ഒരു ക്ലോസ്ഡ് എക്കോണമിക്ക് സമാന്തരമായിട്ടായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളുടെയും അതുപോലെ തന്നെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവരുടെ ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള നടപടിയെങ്കിലും നമ്മുടെ ഒരു കോളനൈസേഷൻ്റെ ബാഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയൊന്നും ഫോളോ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1990 നമുക്കത് നിർബന്ധിതമായി ആ ലോസൊക്കെ ചേഞ്ച് വരാൻ. ചില ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഡിസൈഡ് ടു അഡോപ്റ്റ് പ്രൊട്ടക്ഷനിസം. അതാണെന്ന് നമ്മൾ പറഞ്ഞ നമ്മളെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇമ്പോർട്ട് ഗുഡ്സ് വെർ റെസ്ട്രിക്റ്റഡ്. പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു. വിദേശരാജ്യം അത് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള മൂല്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷനിസം കോസ്ഡ് സ്ലഗ്ഗിസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഇന്ത്യയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അത് ഇഴഞ്ഞുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളത്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ് ഡിഡ് നോട്ട് റിസീവ് ദ അറ്റൻഷൻ ഓഫ് ദേ ഡിസേർവ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ സെക്ടറിലും ഹെൽത്തിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും ഹൗസിങ്ങിലാണെങ്കിലും അതൊന്നും അതിൻ്റേതായിട്ടുള്ള ഒരു ഉന്നതിയിലേക്ക് ഉന്നതിയിലേക്ക് എത്താൻ ഈ സമയത്തൊന്നും കഴിഞ്ഞില്ല.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 1990 ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത്. ഇന്ത്യ അഡോപ്റ്റഡ് ന്യൂ പോളിസീസ്. ഇന്ത്യൻ ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇന്ത്യയിലും ഗ്ലോബലൈസേഷനെതിരെ ഉയർന്നിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ വിറ്റ്നസിന് മൂവ്മെൻറ്റ് ലെഡ് ബൈ ദി ലെഫ്റ്റ് വിങ് ഓർഗനൈസർ. ഇടത് സംഘടനകളാണ്. അവരാണ് ഫാമേഴ്സിൻ്റെയും ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും അവരുടെയൊക്കെ താല്പര്യങ്ങൾ, അവരുടെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എതിരെ WTOക്കെതിരെയും IMFനെതിരെയും വേൾഡ് ബാങ്കിനെതിരെയും അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഓരോ തവണ ട്രേഡ് റെസ്ട്രിക്ഷൻ എടുത്തു കളയുമ്പോഴും ലൈസൻസിങ് രാജ്യം എടുത്തു കളയുമ്പോഴൊക്കെ ഇതിനെതിരെ എതിർക്കുന്നത് ഇടതുപക്ഷ സംഘടനകളായിരുന്നു എന്നുള്ളത് ഇതാണ്. എങ്കിലും അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ്, നമ്മൾ ഗ്ലോബലൈസേഷൻ ഇത്തരത്തിലുള്ള ദോഷവശങ്ങളുണ്ടെങ്കിൽ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്ന ഒരു ടേമാണ്. ഇതാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കുന്നത്. എന്താണ് ഗ്ലോബലൈസേഷൻ, അതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് എന്താ, എക്കണോമിക്കൽ കോൺസിക്വൻസ് എന്താ, കൾച്ചറൽ കോൺസിക്വൻസ് എന്താണ് എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള പാഠമാണ്.